ഞാൻ കുറച്ച് കാലം മുമ്പ് നമ്മളെ പുഴയെന്ന് പിടിച്ചൊരു മീനിനെ നമ്മളെ കിണറിലേക്ക് ഇട്ടിട്ടുണ്ടായി. അതിപ്പോൾ എത്ര വലുപ്പം വെച്ചിന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഏകദേശം ഒരു 5-6 വർഷമായി ഇട്ടിട്ട് അതിൻ്റെ വീഡിയോ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ എത്രക്കായിട്ടുണ്ടാവും എന്നറിയാനുള്ള ഒരു ആകാംക്ഷ. ഈ മീനിനെ നമ്മളെ നാട്ടിൽ ബിരാൽ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയും എന്നുള്ളതൊന്ന് കമൻ്റ് ആക്കുക. നമ്മുടെ നാട്ടിൽ കാസർഗോഡ് ഭാഗത്ത് ബിരാൽ എന്ന് പറയും. അപ്പോൾ നമ്മളെ കിണർ ക്ലിയർ ആക്കലാണ് മെയിൻ പരിപാടി. അതിനായിട്ട് നമ്മൾ സുഹൃത്ത് സൗഖ്യത്തിന് വിളിച്ചത്. നമ്മളെ നാട്ടിൽ ഏകദേശം കിണർ ക്ലിയർ ആക്കുന്ന ഇങ്ങനത്തെ പണിയിലെടുക്കൽ സൗഖ്യത്തിൻ്റെ. അപ്പോൾ ഓരോ കോൺടാക്ട് ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ആക്കുക, കോൺടാക്ട് ഇട്ടുതരാം. നമ്മൾ സൗഖ്യത്തിൻ്റെ പണിയിലും ക്ലിയർ പണി എടുക്കുന്ന പണിയോടുള്ള ആത്മാർത്ഥം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അവനെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആർക്കും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ആക്കുക. ഓക്കെ. അപ്പോൾ ഈ കിണർ ക്ലിയർ ആക്കുന്നതിന് അത്ര റിസ്ക് ഉള്ള പരിപാടി നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ കിണർ ഉള്ളവർക്കെല്ലാം മനസ്സിലാവും. കുടിവെള്ളത്തിൻ്റെ കിണർ ഉപയോഗിക്കുന്ന ആൾക്ക് വർഷം ക്ലിയർ ആക്കേണ്ടത് ഇത്. കാരണം എന്തെങ്കിലും ചെളി കാര്യങ്ങളെല്ലാം ഉണ്ടാകും, എല്ലാം ഫുള്ള് ക്ലിയർ ആക്കണോ. അപ്പം ഞാൻ ക്ലിയർ ആക്കിയിട്ട് കുറച്ച് കാലമായി, അതുകൊണ്ട് ഫുള്ള് ചെളി ഉണ്ടായി. എല്ലാം ക്ലിയർ ആക്കി തന്നെ നമ്മളെ സൗഖ്യത്ത്. അപ്പോൾ ചെളി ഉണ്ടായാലും ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട്. വീഡിയോക്ക് ലാസ്റ്റ് ഉണ്ടാവും, നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് നോക്കിക്കോ. അപ്പം ഞാൻ ആ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ച ആ മീനിനെ കിട്ടീന്, ബിരാലിനെ. നമ്മുടെ നാട്ടിൽ ബിരാൽ എന്ന് പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നത് എനിക്കറിയില്ല. ആ മീനിനെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പുള്ളമാർ എല്ലാ ആകാംക്ഷയിലുള്ള പുള്ളമാർ ഇതുവരെ കണ്ടിട്ടാലോ. ഏകദേശം 5-6 വർഷം മുമ്പ് ഞാൻ കിണറ്റിലേക്ക് ഇട്ട ബിരാൽ ഇതാ നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ കാണിക്കാൻ പോകുന്നുണ്ട്. ഇപ്പം എങ്ങനെ ഉണ്ടാവും, എത്ര കായിട്ടുണ്ടാവും എന്ന് എനിക്കിന്നറിയില്ല. ഞാൻ 5 വർഷത്തിന് ശേഷം കാണുന്നത് നിങ്ങൾക്കും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ആക്കിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് അടിച്ചോ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റ് ആക്കുക. അപ്പോൾ പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ആക്കിയിട്ടും വെച്ചോ. ഇതാണ് ഞാൻ 6 വർഷം മുമ്പ് നമ്മളെ കിണറിലിട്ട മീൻ. പുള്ളമാരിൽ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചത്ര വലുപ്പമായിട്ടാ. അത് ഈ മീനിൻ്റെ വളർച്ച അങ്ങനെയാണ്, സ്ലോ ആയിട്ട് വളർന്നത്, പെട്ടെന്ന് വളർന്ന മീനല്ല ഇത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം, വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ചോ. ഇതുപോലെ ഞാനിടുന്ന വീഡിയോസും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ഇതുപോലെ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമോ, അതുകൊണ്ട് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആക്കാൻ മറക്കണ്ട. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും അടിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫാമിലിക്ക് എത്താൻ വേണ്ടിയിട്ട് പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് വെച്ചോ. അപ്പോൾ ബിരാലിനെ തിരിച്ച് കിണറിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം പണിയെല്ലാം പൂർത്തിയായി കിണറ്റിൻ്റെ. അപ്പോൾ നിങ്ങൾ ഈ പണിനെ കുറിച്ചിട്ടും നമ്മളെ സൗഖ്യത്തിൻ്റെ പണിനെ കുറിച്ചിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആക്കുക. പിന്നെ സൗഖ്യത്തിൻ്റെ കോൺടാക്ട് ആവശ്യമുള്ളവർക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഇവരെ കോൺടാക്ട് ഇട്ടുതരാം. നിങ്ങൾ ഈ പണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആക്കുക. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കാസർഗോഡ് ഭാഗത്തുണ്ടെങ്കിൽ മാത്രമേ, ലോങ് ഒന്നും വരും തോന്നില്ല. കാസർഗോഡ് ഭാഗത്ത് നിങ്ങൾ കിണറായിട്ട് ക്ലിയർ ആക്കാനുണ്ടെങ്കിൽ സൗഖ്യത്തിനെ സമീപിക്കുക. നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇട്ടുതരാം. ഓക്കെ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസിനെല്ലാം സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആക്കുക. പിന്നെ സൗഖ്യത്തിൻ്റെ പണിനെ കുറിച്ചിട്ടും പറയാം. ഓക്കെ, ബൈ.